നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന ഒരു സെമി ഫൈനൽ എന്ന് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനവധി പാഠങ്ങളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് BJP ആണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കും, BJPക്ക് ആകെ ഒരു കോർപ്പറേഷനല്ലേ കിട്ടിയുള്ളൂ, 2 മുനിസിപ്പാലിറ്റി അല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴും കണക്കുകൾ വ്യക്തമാക്കുന്നത് BJP പതുക്കെ പതുക്കെ കേരളത്തിൽ വളരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ BJPക്കാർ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളിലല്ല BJP വളരുന്നതെന്നാണ്. ദേശീയ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ BJP വളർന്നത് അതുപോലെ തന്നെയാണ് അവർ കേരളത്തിലും വളരുന്നത്. അതാണ് BJP മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് തകർന്നാലേ BJP വളരൂ എന്നൊരു ചിന്താഗതി അതിൽ കുറച്ചുപേരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, BJPയും കോൺഗ്രസും, അതായത് കോൺഗ്രസ് ശക്തമായെടുത്ത അല്ലെങ്കിൽ ശക്തമായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJP വളർന്നത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ CPM ഉള്ളിടത്ത് BJP വളർന്നത് CPM സ്വയം തകർന്നത് കൊണ്ടാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളായ ഇടങ്ങളിൽ നിന്ന് BJPയിലേക്ക് വലിയ രീതിയിൽ വോട്ടൊഴുകി. ആ വോട്ടുകൾ ഒന്നും തിരിച്ചു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അതായത് CPMനെ സ്വയം നശിക്കാൻ വിട്ടുകൊടുക്കുക, കോൺഗ്രസിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക. ഇതായിരിക്കണം BJPയുടെ സ്ട്രാറ്റജി എന്ന് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലവും റിസൾട്ടും നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും BJP സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേവലം 12 പഞ്ചായത്തുകളാണ് അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 25 പഞ്ചായത്തായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 1340 വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് അത് 1640, ഏതാണ്ട് 1700 വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. ഇത് 5 വർഷം കൊണ്ട് ഒരു പാർട്ടി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ അവർ ഗ്രാജുവലി വളർന്നു വരുന്ന ലക്ഷണം, ഒരു സൂചന തന്നെയാണ്. സൂചനയല്ല, വ്യക്തമായ സന്ദേശം തന്നെയാണിത്. കാരണം സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒറ്റയടിക്ക് വളരില്ല. പകരം ഘട്ടം ഘട്ടമായിട്ടാണ് വളരുന്നത്. ഘട്ടം ഘട്ടമായിട്ട് വളർന്നാൽ മാത്രമേ വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെടാനും കഴിയുകയുള്ളൂ. ഇവിടെ BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും വലിയ വിജയം കൊയ്ത ഇടമാണ് തിരുവനന്തപുരം ജില്ല. അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 54 വാർഡുകളിൽ, കോർപ്പറേഷന്റെ വാർഡുകളിൽ വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ അവർക്കായി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നഗര കേന്ദ്രീകൃതമായ മേഖലയിൽ BJPക്ക് ഒരു ഉറച്ച വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ നാം വിചാരിക്കേണ്ടിയിരിക്കുന്നു, പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരേക്ക് വരുമ്പോൾ അവിടെ കേവലം 6 സീറ്റ് ഉണ്ടായിരുന്നിടത്തുനിന്ന് 8 സീറ്റായി വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വലിയ വെന്നിക്കൊടി പാറിക്കാൻ അവർക്ക് കഴിഞ്ഞ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ജില്ലയാണ്. ഇവിടെ ചെങ്ങന്നൂരും മാവേലിക്കരയും ഹരിപ്പാടും ആലപ്പുഴയും കായംകുളത്തുമൊക്കെ BJPക്ക് വലിയ രീതിയിൽ നഗരസഭകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഇവർക്ക് ഈ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കായംകുളം, ഹരിപ്പാട് മേഖലകളിലൊന്നും BJP ഇങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാതെ ഇരുന്ന നഗരസഭകളാണ്. അവിടെയൊക്കെ BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല നമ്പറിലേക്ക് അവർക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് അവലോകനം ചെയ്തു പോവുകയാണ്. മുനമ്പം സമരം. ഏതായാലും ആ സമരത്തില് അവിടെ മുനമ്പം നിവാസികൾ ഒരു നന്ദി BJPയോട് കാണിച്ചു, അവിടെ ജയിച്ചു. പക്ഷെ ഈ ക്രിസ്ത്യൻ സഭകളോട് BJP അടുക്കാൻ നടത്തിയ നീക്കം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചില്ല എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കേക്കും ഛത്തീസ്ഗഡിലേക്കുള്ള യാത്രയും ഒന്നും വലിയ രീതിയിൽ ഏശിയിട്ടില്ല, ഗുണപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ കോട്ടയവും പത്തനംതിട്ടയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മേഖലകൾ, വയനാട് അടക്കം അല്ലെങ്കിൽ ഇടുക്കി അടക്കമുള്ള മേഖലയിൽ അവർക്കൊരു വിജയം ഉണ്ടാകുമായിരുന്നു. അത്തരത്തിലുള്ള മേഖലകളിലൊന്നും വിജയം ഉണ്ടായില്ല. എന്തിനേറെ പറയുന്നു, തൃശ്ശൂരിൽ ക്രിസ്ത്യൻ കോട്ടകളിലൊന്നും തന്നെ ഒരു നേട്ടവും അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കേക്ക് മധുരിച്ചോ എന്ന് ചോദിച്ചാൽ മധുരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. യാത്ര വെറുതെ ആയോ എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയുള്ള യാത്രകളിലോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലോ BJP രാഷ്ട്രീയം ക്രിസ്ത്യൻ സഭകളുമായിട്ട് മുൻപോട്ട് പോകുന്നതല്ല. കാരണം ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ഗ്രാജുവലി തന്നെ ആ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് എത്താറുള്ളതാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്തവണയും പതിവ് പോലെ ഹിന്ദു സമുദായത്തിലെ 2 പ്രബല നേതാക്കൾ NSSും SNDPയും അവർ ശ്രീ പിണറായി വിജയനുമായി അവരുടെ സംഘടനകൾ വേദി പങ്കിടുകയും അയ്യപ്പ സംഗമം നടത്തുകയും ഒക്കെ ചെയ്തു. അതുപോലെ ഇത്തവണയും ഈ നേതാക്കൾ വട്ടപൂജ്യരായി, സംപൂജ്യരായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ BJP വിരുദ്ധമായ നിലപാടുകളാണ് ഈ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. എക്കാലവും അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തവണയും അവരുടെ വാക്കുകൾക്കൊന്നും ജനം ചെവി കൊടുത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ശാസ്തമംഗലത്ത് ശ്രീമതി
ശ്രീലേഖ റിട്ടയർഡ് IPS ജയിച്ചത്. അവിടെയൊക്കെ NSS വളരെ ശക്തികേന്ദ്രമാണ്. അവിടെയൊക്കെ സുകുമാരൻ നായരുടെ ദൂതർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗം BJP തോൽപ്പിക്കണം എന്നൊരു ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നതായി പറയുന്നു. ഏതായാലും അവിടെ ഒന്നും അത് ഏറ്റില്ല. അതിനർത്ഥം ഇനി ഈ സമുദായ നേതാക്കളെ താങ്ങി പാർട്ടിക്ക് പോകേണ്ട കാര്യമില്ല, അവർക്ക് വേണമെങ്കിൽ അവർ വന്നോളും. ഏതായാലും അത്തരം നേതാക്കളുടെ ആ ഒരു അപ്രമാദിത്യം കഴിഞ്ഞ കുറെ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ഇല്ല. ക്രിസ്ത്യൻ വിഭാഗത്തെ വലിയ രീതിയിൽ വരുമെന്ന് BJP-ക്കാർ പോലും പ്രതീക്ഷിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് ഏതാണ്ട് ഒരു 2% വോട്ട് ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രാഥമിക വിലയിരുത്തലനുസരിച്ച് അത്രത്തോളമൊന്നും എത്തിയിട്ടില്ല. സ്വാഭാവികമായി അവർ വരുമായിരിക്കും. അതിനിപ്പോൾ ഈ വലിയ രീതിയിലുള്ള പ്രീണനത്തിന്റെ ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായി തന്നെ വന്നു ചേരും. ഗോവയിലും മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം അങ്ങനെ സ്വാഭാവികമായി വന്നു ചേർന്നവർ തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ഹൈന്ദവ വോട്ടുകളിൽ വലിയൊരു ഏകീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പരമ്പരാഗതമായി കൂടുതൽ നിൽക്കുന്ന NSS-ഉം പിന്നീട് ഒഴുകിയെത്തിയ SNDP-യും ഒക്കെ ഇത്തവണ കട്ടക്കിറങ്ങി. അതുകൊണ്ട് തന്നെയാണ് 1340 സീറ്റുകൾ എന്നുള്ളത് 1700 സീറ്റുകളുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഹിന്ദു വോട്ടർമാർ BJP കുറച്ചുകൂടി വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മറ്റ് ഹൈന്ദവ വോട്ടർമാർ UDF-ന് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന്, അതായത് BJP ജയിക്കില്ല എന്ന് തോന്നുന്നിടത്ത് പൊതുവെ വോട്ടർമാർക്കുള്ളൊരു മനോഭാവം തന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. മറ്റൊന്ന്, അമ്പലക്കൊള്ള വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ BJP-ക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും BJP-ക്ക് സംഭവിച്ചത്. അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, അതായത് വോട്ടർമാരുടെ മനസ്സിലുണ്ടായിരുന്നു. UDF-നും അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ വികാരം പത്തനംതിട്ട അടക്കമുള്ള അടുത്ത ജനങ്ങളുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കാണ് ആ വോട്ട് ചെയ്തത്. അങ്ങനെ ആ ഒരു മേഖലയിലൊക്കെ UDF-ന്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ UDF-ന് ഒരു വലിയ മേൽക്കൈ കിട്ടാനുള്ള കാരണവും അതുതന്നെയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും പ്രീണന രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ വികസന അജണ്ട തന്നെ മുൻപോട്ട് വെച്ചുകൊണ്ട് സ്ട്രോങ് ആയി മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന സമുദായ നേതാക്കളെല്ലാം തന്നെ ഈ BJP-യോട് അടുക്കാനുള്ള സാധ്യതകളാണ് വരും കാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് പ്രീണന രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ സാധ്യതയില്ല. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ച ഒരു വലിയ കാര്യം നമുക്ക് മനസ്സിലാകും. കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് കേരളത്തിലെ 2 പ്രബല സമുദായങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതിലൊന്ന് മുസ്ലിമും മറ്റൊന്ന് ക്രൈസ്തവ വിഭാഗവുമാണ്. ആ വിഭാഗം നന്നായി തന്നെ പണിയെടുത്തിരുന്നു. ആ വിഭാഗത്തിന്റെ വോട്ടുകൾ നന്നായി തന്നെ UDF-ന് ഒഴുകി. അവർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയത്തിലേക്ക് UDF-ന് എത്താൻ കഴിഞ്ഞു. പക്ഷെ ആ ഒരു ഐക്യത്തിനിടയിലും LDF UDF എന്ന് പറയുന്ന 2 സ്ട്രോങ് ആയിട്ടുള്ള മുന്നണികൾക്കിടയിലും BJP-ക്ക് ഈ ഒരു വിജയത്തിലേക്ക് കുതിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെ ഈ ഒരു പാറ്റേണിന്റെ ഏകദേശം തന്നെയായിരിക്കും നിയമസഭയിലേക്കും വരാൻ പോകുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ, അതിനകത്ത് ഉള്ള ഏകീകരണം, ആ ഏകീകരണമായിരിക്കും മിക്കവാറും കുറച്ചു നാളത്തേക്കെങ്കിലും കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടർമാര് BJP-യിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. പക്ഷെ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും BJP-യുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇവിടെ ഇപ്പോൾ പൂഞ്ഞാറ് പഞ്ചായത്തിൽ, അവിടെ തെക്കേക്കര പഞ്ചായത്തിൽ BJP ഭരണം പിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ചില ഏരിയകളിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്, ക്രൈസ്തവ മേഖലയിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ വിജയമൊന്നും അവിടുന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ വിഴിഞ്ഞം അടക്കമുള്ള മേഖലയിൽ നിന്നും BJP-യിലേക്ക് വോട്ട് ഒഴുകിയിട്ടില്ല, വോട്ട് ലഭിച്ചിട്ടില്ല. മറ്റു മേഖലയിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് എറണാകുളം മേഖലയിൽ നിന്നും പഴയതുപോലൊക്കെ തന്നെയാണ് സ്ഥിതി. അതിലൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് BJP ഇനി ചെയ്യേണ്ടത് അവരുടെ ഒപ്പമുള്ള ഹൈന്ദവ വോട്ട് ബാങ്കിനെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ പ്രധാന 2 ഹൈന്ദവ പാർട്ടികൾ, ഒന്ന് CPM-ഉം ഒന്ന് BJP-യുമാണ്. BJP-യുടെ ഹൈന്ദവ അടിത്തറ ഉറപ്പിച്ചു നിർത്തുക, ഒപ്പം തന്നെ കൂടുതൽ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതിനായി ഉയർത്തേണ്ട മുദ്രാവാക്യം വികസനം തന്നെയാണ്. വികസനത്തിനൊപ്പം അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അരക്ഷിത ബോധമുള്ള ഹൈന്ദവർക്ക് താങ്ങും തണലുമായി നിൽക്കുക. അങ്ങനെയെങ്കിൽ സമാഗതമാകുന്ന അല്ലെങ്കിൽ ഉടൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവലോകനം വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, BJP 3 മുതൽ 7 സീറ്റ് വരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു മുന്നേറ്റം തെക്കൻ ജില്ലകളിൽ BJP നടത്തിയിരിക്കുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ മണ്ഡലങ്ങളിൽ BJP നടത്തിയിരിക്കുന്ന വലിയ ഒരു
മുന്നേറ്റം തന്നെയാണ്. അതായത് ഹൈന്ദവ മേഖലകളിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ BJPയുടെ വളർച്ച കാണാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ അവരുടെ ഒരു വലിയ മേൽക്കൈ തന്നെ ആയിരുന്നു. ഇതിലൊരു വലിയ മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ കഴിയും. 13 സീറ്റിലേക്ക് അവരെത്തി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ തവണ അവർക്ക് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. കോർപ്പറേഷൻ ആണ് എന്ന് കൂടി നാം ഓർക്കേണ്ടതായിരുന്നു. കണ്ണൂര് 1 സീറ്റ് ഉണ്ടായിരുന്നിടത്തുനിന്ന് അത് 4 സീറ്റായിട്ട് അവർ വർദ്ധിപ്പിച്ചു. അതായത് ഇനി വരും നാളുകളിൽ, വരും കാലങ്ങളിൽ കോഴിക്കോട് കണ്ണൂരും ഒക്കെ BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഇടമായി മാറുന്നു എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. തൃശ്ശൂരും സജീവമായി തന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു വിജയം, ഒരുപക്ഷെ ഒരു നിയമസഭാ മണ്ഡലമൊക്കെ ജയിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ കണക്ക് വെച്ചിട്ടല്ല പറയുന്നത്. സജീവമായി തന്നെ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് BJP സംബന്ധിച്ച് ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതുപോലെ അല്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലായാലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായാലും ഒക്കെ അവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ മിക്കവാറും എല്ലാ പഞ്ചായത്തിലേക്കും അവർക്ക് ആളുകളെ ജയിപ്പിച്ച് വിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പലയിടത്തും കോർപ്പറേഷനിലും ഒപ്പം തന്നെ പഞ്ചായത്തിലുമൊക്കെ ഈ പറയുന്ന ഭരണത്തെ, ഈ ഇടതിന്റെ ആയാലും വലതിന്റെ ആയാലും ഭരണത്തെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താനുള്ള കരുത്തും അവർക്ക് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതും വളരെ പ്രത്യാശയ്ക്ക് വക നൽകുന്നു. നമുക്കറിയാം BJP എന്ന് പറയുന്ന പാർട്ടി പരാജയപ്പെട്ട് വിജയത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരാജയം അവരെ ഒരിക്കലും വിഷമിപ്പിക്കുകയോ ക്ഷീണിപ്പിക്കുകയോ ചെയ്യാറില്ല. പകരം അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീണ്ടും ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു പ്രവർത്തനത്തിന് ഉള്ളൊരു അംഗീകാരം കൂടി ആയിട്ട് വേണം നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ. കാരണം തിരുവനന്തപുരത്തൊക്കെ അദ്ദേഹം ഒരു ഹൈടെക് രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുൻപോട്ട് കൊണ്ടുപോയി. അത് അവിടുത്തെ നഗര വോട്ടർമാർ സ്വീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, BJP രാജ്യത്ത് എല്ലായിടത്തും വളർന്നത് ആദ്യം നഗരങ്ങളിലാണ് BJP ശക്തിപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നഗര കേന്ദ്രീകൃത പാർട്ടി എന്നാണ് BJP ആദ്യകാലങ്ങളിൽ രാജ്യത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അവർ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതാണ് അവരുടെ ഒരു പരമ്പരാഗത രീതി. അതേ പാറ്റേണിൽ തന്നെയാണ് കേരളം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറിപ്പോയാൽ ഒരു 5-10 വർഷത്തിനകം BJPക്ക് ഒരു നല്ല അടിത്തറ ഉണ്ടാകും, ഒരു നല്ല സ്ട്രോങ് നമ്പേഴ്സ് കേരള നിയമസഭയിൽ BJPക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തന്നെയാണ് പോയിന്റ്. നമസ്കാരം.